ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മോൻ കുറേ ദിവസമായി പറയുന്നത് ബീച്ചിൽ പോകണമെന്ന്. അപ്പോൾ നമ്മളെന്നാൽ ഇന്ന് ബീച്ചിൽ പോകാമെന്ന് വെച്ച് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളെപ്പോഴും പയ്യാമ്പലം ബീച്ചിലാണ് പോക്ക്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് മീൻകുന്ന് ബീച്ചിലേക്കാണ്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അവിടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് വഴിയൊന്നും അറിയില്ല, നമ്മൾ ചോദിച്ചിട്ടാണ് വരുന്നത്. നമ്മളിങ്ങനെ ഒരു ഗ്രൗണ്ടിലാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവസാനം വഴി കണ്ടുപിടിച്ച് കേട്ടാ. അതായത് എന്താ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ആടെ കുഞ്ചോ അച്ഛൻ വരട്ടെ, കൈ പിടിച്ചായിരുന്നു. നമ്മളത് ആ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് വണ്ടി തിരിച്ച് അവിടെ നിന്ന് അവർ പറഞ്ഞ് വേറെ റൂട്ടുണ്ട് താഴേക്ക് വണ്ടി പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് തിരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് റൂട്ട് അറിയില്ലല്ലോ. അപ്പോൾ ഒരു കുട്ടി സൈക്കിൾ എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു ആ നാട്ടിലുള്ള കുട്ടിയായിരിക്കും എന്ന് വിചാരിച്ച് ചോദിച്ചാൽ പറഞ്ഞേ ഇപ്പം വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്ന് താഴോട്ടേക്ക് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്ത് സ്റ്റെപ്പ് കഴിഞ്ഞ് വരുത്താന്ന് കേട്ടാ. നമ്മൾ വിചാരിച്ച് താഴെ കൂടെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ താഴെ എത്തിയത്. പക്ഷെ അങ്ങനെയല്ല, ചുറ്റും കാടാണ്. കാട്ടിൻ്റെ സൈഡിലേക്കൂടെ ഒരു ചെറിയൊരു വഴി. ആ വഴീൻ്റെ അടുത്ത് നിന്ന് കാല് തെറ്റിയതാ ഈ വെള്ളത്തിൽ കിടക്കുക. അങ്ങനെയുള്ളൊരു വഴിയാണ് കേട്ടാ. എന്താ ചുറ്റും കാടാണ്. ഒരു ഉടുക്ക് വഴി എന്ന് പറയില്ലേ, അതുപോലൊരു വഴി. നമ്മൾ ഇവിടെ എത്താൻ തന്നെ ലേറ്റ് ആയിന്. അപ്പോൾ ഇതിലേ കൂടെ നടന്നങ്ങ് എത്തുമ്പോഴത്തേക്ക് തന്നെ നല്ലോണം ലേറ്റ് ആവും. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയിനി. അപ്പോൾ ഇതാ മോൻ്റെ കൈ പിടിച്ച് നടക്കാനുള്ള സ്പേസൊന്നും അവിടെ ഇല്ല. അപ്പോൾ ആ സ്ഥലത്ത് നിന്നിട്ട് മോനെ എടുത്തിട്ടാണ് നടക്കുന്നത്. ഇത് നടന്നിട്ടും നമ്മൾ കടപ്പുറത്ത് എത്തുന്നില്ല കേട്ടാ. ഒരുപാട് നടന്ന്, പക്ഷെ കാണാൻ കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ആദ്യമായിട്ട് നടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു കുറച്ച് ദൂരം ഉണ്ടായി. അങ്ങനെ നമ്മൾ അവസാനം ബീച്ചിലെത്തിയ ഉടനെ അച്ഛൻ്റെ കൈയും പിടിച്ച് വെള്ളത്തിൽ കളിക്കാൻ പോയി കേട്ടാ. അതാണ് ആദ്യം ചെയ്യുന്ന കാര്യം. കുറേ ആളുകളുണ്ട് കേട്ടാ. ഒരു ഭാഗത്തുനിന്ന് ഒരു വയസ്സായ കുട്ടീൻ്റെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട്. വേറൊരു ഭാഗത്തുനിന്ന് കല്യാണം കഴിഞ്ഞ് അവരെ ഫോട്ടോഷൂട്ടാണ്. മറ്റേ ഭാഗത്തുനിന്ന് വേറെ ഫ്രണ്ട്സും കല്യാണ പെണ്ണും എല്ലാം ഉള്ളൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അങ്ങ് പോവാ ഇങ്ങ് പോവാന്നെല്ലാം പറഞ്ഞ് ഭയ്യ എന്നോട് പറഞ്ഞ അമ്മ വന്നാൽ മതി, അച്ഛൻ വരണ്ടാന്ന്. അങ്ങനെ എൻ്റെ കൈയും പിടിച്ച് അവൻ ഓടലാന്ന് കേട്ടാ. ഒരു പേടിയെന്ന് പറഞ്ഞൊരു സംഭവം വരില്ല, ഇങ്ങനെ ഓട്ടം തന്നെ. ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. വാ നമുക്ക് ഇന്നും അങ്ങോട്ടേക്ക് പോകാമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ കുരുത്തക്കേടെല്ലാം ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ നിന്ന് ചവിട്ടിയിട്ട് വെള്ളം തെറിപ്പിച്ച് വിടലാണ്. ഇങ്ങ് വാ നമുക്കിനി പോകാമെന്ന് പറയുമ്പോൾ വെള്ളം വരുന്ന കൂടുതൽ പറയുമ്പോൾ വേണ്ട ഇവിടെ തന്നെ നിൽക്കുക, അമ്മക്ക് കാല് നനഞ്ഞിട്ടില്ല, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞ് ഫുൾ അന്ന തുള്ളി തെറിപ്പിച്ച്. പിന്നെ വീണ്ടും ഞാൻ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് അച്ഛൻ്റെ കൈ വീണ്ടും പിടിച്ച് അച്ഛനെ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ വീണ്ടും അവിടെ തന്നെ പോയി കേട്ടാ. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കടപ്പുറത്ത് വന്ന് നിൽക്കാൻ നല്ലൊരു എന്താ പറയുക, മനസ്സിൻ്റെ ഒരു നല്ലൊരു ഇതാണ്. ഇരുട് വന്നു തുടങ്ങി കേട്ടാ. അപ്പോൾ നമ്മൾ പോകാമെന്ന് പറയുമ്പോൾ ഇവൻ മണ്ണിന്ന് കളിക്കുക ചെയ്യുന്നത്. അത് ഇവൻ്റെ അടവാണ് കേട്ടാ.
അപ്പോൾ ഇപ്പോഴേ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണെന്ന് കളിച്ചാൽ പിന്നെ കൈയെടുക്കാമല്ലോ എന്ന് പറഞ്ഞാൽ വീണ്ടും വെള്ളത്തിൽ പോവുക, എന്നിട്ട് ആദ്യം മണ്ണാക്കുക. അങ്ങനെ കളിച്ച് കളിച്ച് നമ്മളവിടെ നിന്ന് മടങ്ങി കേട്ടാ.